നിന്റെ ഫിർസത്തെ മുഅ്മിനീങ്ങളെ, അതിപരിശുദ്ധമായ അതിപവിത്രമായ മീലാദ് ഷരീഫുടെ തിങ്കളായിട്ട് കിടന്ന എല്ലാവരും ഉടതിച്ചിട്ടുള്ളത് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന ഈ പ്രപഞ്ചത്തിൽ നിന്ന് മുസൽമാനിത് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം. ഈ സന്ദർഭത്തിൽ ഈ റായത്തങ്ങ കഷ്ടപ്പെട്ടിട്ട് മെഹനത്തുണ്ടാക്കിയിട്ട് വർഷത്തോളം ഹോറാട്ടാക്കിയിട്ട് സുന്ദരമായ സുഭദ്രമായ നല്ലൊരു പള്ളിയുടെ ഉദ്ഘാടന കാര്യക്രമവും പടച്ചറബ് ഇതുക്ക് ആറ് ഏതെല്ലാം രൂപത്തിൽ സഹക്കാരാക്കിടറാ ആറെല്ലാം ഇതുക്ക് വേണ്ടിട്ട് കഷ്ടപ്പെടുന്നതാ. അള്ളാഹു അങ്ങളെല്ലാവരെയും ദുനിയാവുടെയും ആഖിറത്തിലെയും കഷ്ടപ്പാട് അള്ളാഹു തല ദൂരീകരിക്കുമാറാവട്ടെ. മുന്നോടി എന്തും ഇല്ലാണ്ട് തന്റെ വിഷയത്തേക്ക് കിടക്കടേ. ഫിർസത്തെ മുഅ്മിനീങ്ങളെ, അതിനിടയിലത്തെല്ലാ ബാക്കിൽ നാൽമാർക്കിൽ എതിർ കുറിച്ചൊന്നും ഭർത്തിയാക്കിയാൽ നല്ലേ. അതൊരു ചന്തയുടെ മജിലിസ് എല്ലാവരും വന്നെനിക്കും എല്ലാവരും നനച്ചിട്ട് എതിർ വന്നതേക്കൊരു ബാക്കടെ കുറിച്ച് അങ്ങനെ കെട്ടതിരാള്. നിന്റെ ഫിർസത്തെ ചങ്ങായിമാരെ, ഉമ്മ പെങ്ങന്മാരെ, ഈ പ്രപഞ്ചങ്ങളുടെ വിശാലമായ വാസസ്ഥലത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതും അല്ലാഹു ഇഷ്ടപ്പെടാത്തതും രണ്ട് വിഭാഗം ഈ പ്രപഞ്ചത്തിലുണ്ട്. അള്ളാഹുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും മനുഷ്യവർഗത്തിൽപ്പെട്ട ആളുമാർ ഹൊറത്തു മനുഷ്യേതര ഇത്തര നൂറായിരക്കണക്കിന് ജീവജാല ഇന്നിട്ടും അതിൽ ഏതൊക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കോപമാ ക്രോധമാ ഇല്ല. ശിക്ഷയും രക്ഷയും അള്ളാഹു കൊടുക്കുന്നത് ഈ മാനവവർഗത്തിക്ക്. അതല്ലെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടിച്ചിട്ട് ഇണ്ടത്തോളം തന്നെ മനുഷ്യവർഗത്തിൽ വിവിധ ജാതി ധർമ്മത്തെ ആളുമാർ ഉള്ള രണ്ട് കണ്ടെങ്കിൽ അക്കൂട്ടത്തില് അത്യുത്തമ വ്യക്തിമാർ അല്ലാഹു തആല പടച്ചങ്ങളെ കൂട്ടത്തിൽ മുസ്ലിം ഇടങ്ങ. അല്ലാഹു ഞങ്ങളെ ആ കൂട്ടത്തിലാക്കിയത് വലിയൊരു ഭാഗ്യ. മുസ്ലിമിടങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരിശുദ്ധമായ പവിത്രമായ പരിപാവനമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ ആളുമാറാക്കിയത് അതിനേക്കാണ് വലിയൊരു ഭാഗ്യ. എന്തുകൊണ്ടുകൊണ്ട് ചെന്നെങ്കിൽ പിന്നെ നാനാ വിഭാഗത്തിലുള്ള മുസൽമാനുള്ള നാണിപ്പോ ഗ്രൂപ്പിസമ പങ്കടമ വിസ എല്ലാം നിങ്ങളൊട്ടിക്ക് ചെല്ലുടെ ചെല്ലൊരു സൂചന മാത്രമേ ചെന്നോണ്ടുള്ളൂ. ഞങ്ങളെ പരിസ്ഥിതി ഞങ്ങളെ അവസ്ഥ കണ്ടവണോ വിഭാഗാക്കിയോണ്ടോ എല്ലാവരും ഖുർആനും ഹദീസിന്റെ പേരും ഉപയോഗിച്ചിട്ട് ഒരുത്തക്ക് നിസ്കാര സമയമില്ല, പിന്നെ ഒരുത്തരത് നോമ്പ് സമയമില്ല, പിന്നെ ഒരുത്ത ഖുർആനിൽ സമയമില്ല, പിന്നെ ഒരാളെ ഹദീസിൽ സമയമില്ല. ഇങ്ങനെ വിവിധ രൂപത്തിൽ പങ്കട അവനവനക്ക് വന്ന രൂപത്തിൽ അർത്ഥ വൈക്കടെ പങ്കടാക്കിയോണ്ട് പോണ്ട്. സാധാരണ അസറൻസ്കാര കഴിഞ്ഞാൽ പിന്നെ ഉസ്താദുമാർ ദ്വാരക്കട ഒരു ദ്വാരത്തിൽ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് പരിശുദ്ധ ഖുർആനുടെ ആയത്ത്. അത് സ്വാഭാവികമായിട്ട് എല്ലാരും അസറൻസ്കാര കഴിഞ്ഞാൽ പിന്നെ ദ്വാരക്കടറത് റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. സകലമാന മുസൽമാനുക്ക് നീന് മഗ്ഫിറത്ത് കൊടുക്കുന്ന തമ്പുരാനെ ആരെ മേലും നമുക്ക് അർസ ദ്വേഷ പകെ ഏതും ഞങ്ങളെ കൽബിൽ ഇട്ട് തരണ്ട ചെന്നിട്ട്
അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയ ദീന് അത് ഒന്നേ ഉള്ളേ. ആ ആചാര വിചാര തത്വസംഹിത നീതി നിയമം അതെല്ലാം ഒന്നേ ഉള്ളേ. ആ കൈകെട്ടുന്ന രൂപവും കുനൂത്ര വിസയാവട്ടോ തറാവീഹയുടെ വിസയാവട്ടോ ഇത്ര ഏതൊരു വിസ എടുക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരേ ദീന് പഠിപ്പാട്ടിയത് ഉണ്ട്. കണ്ടവണോ വിവിധ രൂപത്തിൽ പരിവർത്തനായിട്ട് വിവിധ രൂപത്തിൽ ചിന്ന ഭിന്നായിട്ട് പോയുള്ള സന്ദർഭം. ഇതിന് പിന്നെ സമാകുക ആവാണ്ടിക്ക് ഇത് പരിഹാരം ഇല്ലാത്ത സീക്ക്, ഇത് പരിഹാരം ഇല്ലാത്ത സീക്ക്. പരിഹാറാക്ക ബന്ധം അങ്ങനല്ല, ഒരു റായത്തിൽ ഒരേ തത്വ ആദർശത്തിൽ ഇന്ന് ഒരാൾ മാറിയുന്നത് ഒരുത്ത ബന്ന അവನು ಬಾಣ್ಯத்துக்கு ಬಂದು ರೈಟಿಗೆ പോയി അല്ലെങ്കിൽ വെറുതെ റായ നോക്കി പോകുമ്പോഴത്തേക്ക് കൊണ്ടേ പിറകുള്ള ജണ്ടാൽ ചേരുறாரு. അങ്ങനെ ആറായത്തിൽ പങ്കട ജണ്ടായി. ಈ ಪಂಗಡ ಜಂಡ ಹುಡ್ದು ಸಮಾಲ್ಲ ಎಲ್ಲರೂ ಒಗ್ಗಟ್ಟಲ್ಲಿ ಕೊಂಡಿದ್ರು. ಇನ್ನೊರ್ತ ವಾದ ಚೊಲ್ಲೋಗು ಬಂದ, ಇನ್ನೊರ್ತ ತುನಿಡ ಬಾಣಿ ಹಾಕೋಗು ಬಂದವನು. ಅವನು ಚೆಲ್ಲದು ಸಮಾಲಿಳಬ್ಬ. ಅವನು ಹೋದ್ರೆ ಆಯತ್ತು ಅದೀಸ ಸಮ ಉಂಟಲ್ಲಿ ಅವನೇ ಒಟ್ಟಿಗೆ ಅವರು 4 ಬಾಲಕರು ಸೇರಿರು. ಪಂಗಡ 3 ಆಯ್ತು. ಈ 3 ಪಂಗಡತೆ ಸಮಾಕು ಇನ್ನೊರ್ತ ಬಂದ 4ಮತ್ತವನು. ಇದು ಗುರುಪಿ ಸಮಾಕೋಗುತ್ತೀರ ಮುಸ್ಲಿಂ ಇಡಂಗ ಪಂಗಡ ಗಲಾಟೆಗಳು ಮಾಡಾಕೋಗುತ್ತೀರ ಜನರ 4ಮತ್ತವನು ಬಂದ ವಾದ ಚೊಲ್ಲೋಗು ಬೇನಾಯ್ತು. ಅವನು ಬಂದಿಟ್ಟು ಅವನು ഒരു 4 ആളെ വിളിച്ചു പോയിട്ട് അവನು ഒരു പങ്കടാക്കിയ പങ്കട 5 ആയിട്ട്. സമാക്ക വന്നവണേ എല്ലാവരും എന്തിനാക്കിയിട്ടുള്ളേ ഗലാട്ടകൾ മാളാക്കിയിട്ടുള്ളേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട ഒരു ധർമ്മം കൊണ്ട് കണ്ടെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാം. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഏതുണ്ട് കേട്ടെങ്കിൽ അന അലൈഹി വ അസ്ഹാബി, നാനും നന്റെ സ്വഹാബത്തും ഏത് തത്വ ആദർശത്തിലുള്ള ഏത് നീതി സംഹിതയിലുള്ള അത് അനുസരണാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പിറന്ന ഈ തിങ്കളില് സന്തോള ആചരണ ആക്കുണു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആനുടെ ആജ്ഞത്. ഖുൽ ബിഫളില്ലാഹി വ ബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹു തആല തന്നെ അനുഗ്രഹത്തിൽ നിങ്ങൾ സന്തോഷപ്പെടൂ. നിങ്ങൾക്ക് കിട്ടിയ സകല വസ്തുക്കളെ കാണാൻ വലിയൊരു ഖൈർ അത് ചെന്ന് അല്ലാഹുയുടെ ഖുർആനുടെ ആജ്ഞത്. റഹ്മത്ത് ബന്നിങ് സന്തോഷപ്പെടണു. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അഭിമാനപ്പെടണു നിഅമത്തും റഹ്മത്തും കിട്ടിങ്. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഈ ദുനിയാവുള്ള എല്ലാ വസ്ത്ര കാണ വലിയൊരു റഹ്മത്ത് ഏതുണ്ട് കേട്ടെങ്കിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങായിട്ട് പ്രപഞ്ചത്തെ നമ്പർ 1 റഹ്മത്ത്. പഠനം ചെല്ലത് ഇസ്ലാമിയുടെ തത്വ. അങ്ങനെ ഇക്കുമ്പത്തിന്റെ കൊരിയാടുമാർ ചെന്നോണ്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ റബീഉൽ അവ്വൽ 12 ചെന്നങ്ങ് വഫാത്തായ നാളല്ലേ. അണ്ട് ബുൽപുടനായതിരെ ബദൽക്ക് ബേജാറാക്കണായതിരെ ബദൽക്ക് ഇങ്ങനെ സന്തോഷാക്കിയിട്ടുള്ളത് ചെന്നിട്ട് എന്നും തെരിയാത്ത പാവത്തെ സാധുങ്ങളായ ആളുമാർ പേരിക്കൊരു ബിസിയെ ഒക്കെ അത് കറക്റ്റ് അല്ലേ, മരിച്ച നാളല്ലേ. ഏതായാലും ആ മരിച്ച നാളുണ്ട് ഇങ്ങ കൊസിപ്പെട്ടോണ്ടുള്ളത് നെയ്ച്ചോറ് ചോറെല്ലാം ഉണ്ടിട്ടു. അതേപോലെ മെറവണിക്ക് ജാഥ എല്ലാം ആക്കിയിട്ട് റഹ്മത്തുൽ ആലമീന്റെ ജന്മദിനത്തില് സന്തോഷപ്പെടുന്നത് അല്ലാഹു തആല ഖുർആനിൽ ചെന്നോണ്ടുള്ളത് സന്തോഷപ്പെടണോ റഹ്മത്ത് കിട്ടിയെങ്കിട്ട്. ദുഃഖാചരണാക്കട ആടുണ്ട് കേട്ടെ ഒരു റഹ്മത്ത് സന്തോഷം കിട്ടിയപ്പോ ദുഃഖാചരണാക്കടത് ദുഃഖാചരണാക്കുക വഴിപാടുന്നത് ഇബ്ലീസ് മാത്രം. നബിയുടെ പെറ്റപ്പോ ഈ പ്രപഞ്ചത്തില് ഭാരി ജോറിൽ ഉൾപുട്ടവണോ അത് ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി. ഏത് ഇബ്ലീസിന്റെ കേട്ടെങ്കിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദിലേക്ക് ചെന്നപ്പോ ഇബ്ലീസുൽ ലഈൻ ഒരു തത്വ ചെന്ന ഖലഖതനി മിൻ നാരിൻ വ ഖലഖതഹു മിൻ തീൻ. നീന് നന്റെ മണ്ണിൽ പടച്ചിരേ അവന്റെ നീന് നന്റെ നീന് തീയിൽ പടച്ചിരേ അവന്റെ നീന് മണ്ണിൽ പടച്ചിരേ. ഇബ്ലീസ് ന്യായ ചെന്ന അതുകൊണ്ട് അവനക്ക് സുജൂദ് കൊടുക്കുന്നതാണ് തയ്യാറല്ല.
ಅಲ್ಲ ಚೊಲ್ಲೆ ನೀನು ಆದಮಗೂ ಸುಜೂದಿರು ಇಬ್ಲಿಸ್ ಚೊಲ್ಲೆ ನಾನು ಸುಜೂದಿಟ್ರೆ ನಿಕ್ಕ ಮಾತ್ರ ಮನುಷ್ಯದ ಸೃಷ್ಟಿಗೆ ನಾನು ಸುಜೂದಿಟ್ಟಿಲ್ಲ. അപ്പൊ അള്ളാഹു ചൊന്നെ പണി ആക്കടെ ബിസൈമേ നമുക്കുള്ളതൊക്കെ അപ്പുറത്ത് ഞങ്ങൾ ചിന്തനാക്കട ഗതിയില്ല. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആവുടു മനുഷ്യരുടെ കൽബ് ചെല്ലൊരു വസ്തുണ്ട്. ഞങ്ങളുടെ സ്വാഭാവികമായിട്ട് ഞങ്ങൾ നോക്കുന്നത് മനുഷ്യരുടെ താടിയും അല്ലെങ്കിൽ അവന്റെ ഡ്രസ്സും അല്ലെങ്കിൽ അവന്റെ പോണ്ടത് പണ്ടതും അവന്റെ വൈവാഹിട്ടും അവന്റെ വാഹനവും അവന്റെ ഇത്ര ബിസയും ഞങ്ങൾ നോക്കിയിട്ടുള്ള. അപ്പൊ ഞങ്ങൾ നോക്കണായത് അള്ളാഹു താല നോക്കൂടെ എവിടേക്ക് മനുഷ്യരുടെ കൽബ്. ആഖിറത്തിൽ രക്ഷപ്പെട്ടാറുണ്ട് കേട്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പാറ്റിയിട്ടുള്ളത് യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ ആഖിറത്തില്, നാളെ പരലോകത്തില്, ഖിയാമത്ത് നാളുടെ ദിവസത്തില് അല്ലെങ്കിൽ ആഖിറത്തില് പരലോകത്തില് മനുഷ്യരുടെ സമ്പത്താവട്ടോണ്ട് മക്കാവട്ടോണ്ട് ഉപകാരത്തേക്ക് കിട്ടില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. രക്ഷപ്പെടുക മനസ്സ് ഇന്ന കൽബല്ലാണ്ട് ന്യൂനതയില്ലാത്ത കൊറതയില്ലാത്ത വക്രതയില്ലാത്ത ക്ലീനിന്ന സമയിന്ന കൽബല്ലാണ്ട് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല അടമുട്ട രക്ഷപ്പെടുക സാധ്യയില്ല. അല്ലാഹു ഖുർആനിൽ ചൊല്ലട. തിരുസത്തെ സഹോദര സഹോദരിമാരെ, ഞങ്ങളെ ശരീര സമാവനോണ്ട് കണ്ടെങ്കിൽ നല്ല അവനോണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ പ്രവർത്തന, ഞങ്ങളെ നോട്ട, ഞങ്ങളെ പടക്ക, ഞങ്ങളെ വസ്ത്രധാരണ ഞങ്ങൾ കൊടുക്കരുത്, ഞങ്ങൾ എടുക്കരുത്. ഞങ്ങളെ വ്യവഹാര ഞങ്ങൾ തിന്നിടത്, ഞങ്ങൾ കുടിക്കരുത്. ഞങ്ങളെ കൗട്ടുംബിക, ഞങ്ങളെ രാജകീയ, ഞങ്ങളെ സാമാജിക, ഞങ്ങളെ ശൈക്ഷണിക, ഇതെല്ലാം ഞങ്ങളെ നല്ല അവനോട്ട് കണ്ടെങ്കിൽ നല്ലൊരു പ്രകൃതി ഞങ്ങൾക്ക് ഉണ്ടാവണോണ്ട് കണ്ടെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ ആക്കണായത് ഞങ്ങളുടെ കൽബിടൊന്ന് സമാക്കണോ. കൽബ് ചെന്നെങ്കിൽ ഒരു വാഹനത്തെ എഞ്ചിൻ ഇന്നത് പോലെ പുതിയ ടയർ ഇന്നിട്ട്, നല്ലൊരു ഹെഡ്ലൈറ്റ് ഇന്നിട്ട്, നല്ലൊരു ഹോർണിട്ട് ഇന്നിട്ട്, നല്ലൊരു ബോഡി ഷേപ്പ് ഇന്നിട്ട് ഒരു വാഹനത്തിൽ അത് ഇന്നിട്ട് കാര്യമില്ല. എഞ്ചിൻ സമയില്ലാണ്ട് കണ്ടെങ്കിൽ, എഞ്ചിന് റണ്ണിങ് അല്ലാണ്ട് കണ്ടെങ്കിൽ, റണ്ണിങ് കണ്ടീഷനിൽ ഇല്ലാണ്ട് കണ്ടെങ്കിൽ ബാക്കി വാഹനത്തെ ഏത് പാർട്സും അത് സമയില്ലെങ്കിൽ അത് വിടക്കായിട്ടുണ്ട്. അത് എത്ര ചന്ത ഇന്നിട്ടും കാര്യമില്ല. മനുഷ്യര് ഞങ്ങളെ ആരോഗ്യം എത്ര നല്ലിക്കട്ടെ, ഞങ്ങളെ ശരീരത്തെ ചന്ത എത്ര വേണമെങ്കിൽ മിക്കട്ടെ, ഞങ്ങളെ ഹാവഭാവ എത്ര ചന്തത്തിലും വേണമെങ്കിക്കട്ടെ, ഞങ്ങളുടെ ജീവന പദ്ധതി ഏത് രൂപത്തിൽ വേണമെങ്കിക്കട്ടെ, അല്ലാഹു നോക്കുന്നത് മനുഷ്യരുടെ ശരീരത്തുകല്ല ബദലുകി. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലട് ലാ യൻദുറുല്ലാഹു ഇലാ ഖുലൂബികും വഅമാലികും വലാകിൻ യൻദുറു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഖൽബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കർമ്മത്തെ അല്ലാഹു തആല നോക്കുന്നത്. ലാ യൻദുറുല്ലാഹു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും. പടച്ച തമ്പുരാൻ നിങ്ങളുടെ രൂപത്തുക്കും നിങ്ങളുടെ ശരീരത്തെ ബോഡി ഷേപ്പ് അല്ലാഹു നോക്കില്ല. വലാകിൻ യൻദുറു ഇലാ അജ്സാദിക്കും വഅമാലിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശരീരത്തിൽ അല്ലാഹു നോക്കില്ല ബദലുക. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അല്ലാഹു നിങ്ങളെ ഖൽബുക്കും നിങ്ങളെ പ്രവർത്തനത്തിനും അല്ലാഹു നോക്കുന്നു. അല്ലാഹു നിങ്ങളെ ശരീരത്തിക്ക്, അല്ലാഹു നിങ്ങളെ രൂപത്തിക്ക് നോക്കില്ല ബദലുക. അല്ലാഹു നിങ്ങളെ ഖൽബുക്കും നിങ്ങളെ കർമ്മത്തിനും അല്ലാഹു നോക്കൂടാ. ഖൽബ് നല്ല ഉണ്ടാ ബെടക്കൊണ്ടാണ്ട് അല്ലാഹു നോക്കൂടാ. കർമ്മ നല്ല ഉണ്ടാ ബെടക്കൊണ്ടാണ്ട് പടച്ചതമ്പുരാണ് നോക്കൂടാ. അടുക്കത്തക്കത്തെ നിധി വിധിയും അല്ലാഹു സുബ്ഹാനഹു വ തആല തണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് എത്രമോ പെട്ടെന്ന് നിങ്ങൾ കേട്ടത്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ വഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു നിങ്ങളെ ഓരോ ശരീരത്തിൽ ഓരോ മനുഷ്യരുടെ ശരീരത്തിൽ ഒരു ഇറച്ചി കെട്ടുണ്ടോ, ഒരു ഇറച്ചിയുടെ കട്ടവുണ്ടോ, അത് സമായിട്ട് കണ്ടു കണ്ണുകൊണ്ട് ശരീരം പൂർണ്ണമായിട്ടും സമാവിടോ. അത് ബടക്കായിട്ട് കണ്ടു കണ്ടെങ്കിൽ ഈ പൂർണ്ണമായിട്ടും അവന്റെ ശരീരവും അവന്റെ പ്രവർത്തനവും അവന്റെ കർമ്മവും ആചാരവും വിശ്വാസവും ബടക്കാവിടും. അത് ഏത് ഉണ്ട് കേട്ടെങ്കിൽ അൽ ഖൽബ്, മനുഷ്യരുടെ ഹൃദയ. ഇനി വിഷയത്തേക്ക് പറ. ഹൃദയം 3 നമൂനത്തിലുണ്ട് പരിശുദ്ധ ഇസ്ലാം പടിപ്പാട്ട്. 3 നമൂനത്തിൽ ഹൃദയമുണ്ട് ഓരോരോ മനുഷ്യവും. ഒരാളെ ഹൃദയം ഒരു ടൈപ്പ് ഇടത്, പിന്നൊരാളെ ഹൃദയം ഇന്നൊരു ടൈപ്പ് ഇടത്, പിന്നൊരാളെ ഹൃദയം പിന്നൊരു ടൈപ്പ് ഇടും. ഏത് ഒന്നാമത്തെ വിധത്തിലുള്ള ഹൃദയം ഏതുകൊണ്ട് കേട്ടെങ്കിൽ അൽ ഖൽബു സഹീഹു സലീം. ഖൽബു സഹീഹു സലീം, സമയന്നെ നേരെ ഹൃദയായിട്ടിക്കട്. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, മുഅ്മിനീങ്ങളായ ആളുമാരെ ഖൽബ്. രണ്ടാമത്തേത് ഏതുണ്ട് കേട്ടൻ ഖൽബുൽ മയ്യത്ത്, ചത്ത ഖൽബ്. ചത്ത ഖൽബ് ഓരോ മനുഷ്യന് അങ്ങനത്തെ ഖൽബിക്കട്. അത് ഏത്? അബൂജഹലുടെ ഖൽബിടെ പോലെ, മുനാഫിഖുടെ ഖൽബ് പോലെ, മുശ്രിക്കുടെ ഖൽബ് പോലെ അങ്ങനെ ഖൽബ് ചത്തിട്ടിക്കട്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ചെന്നോട്ടുള്ളത് ഇന്നക ലാ തുസ്മിഉൽ മൗതാ. ഖൽബ് ചത്തെങ്ക് കേപ്പാട്ടു നബിയെ തങ്ങളെ കൊണ്ടാവില്ല. ഖൽബ് ചത്തെങ്ങ ഉള്ളത് എന്ത് ചെന്നെങ്കും മറത്താവില്ല. അങ്ങനത്തെ ഒരു വിഭാഗ കുറെ ആളങ്ങനെ ഉണ്ട്. എന്ത് ചെന്നെങ്കും അങ്ങ് കേക്കുക തയ്യാറല്ല. ഏതുപോലെ ഉണ്ട് കേട്ട് ഇസ്ലാം പഠിപ്പാട്ട് അല്ലാഹുടെ തെരുകോണോ ഇഷ്ടപ്പെടില്ല. പടച്ചവന്റെ തെരിയകൂ അവനക്ക് ഇഷ്ടപ്പെടില്ല. വലായഅ്ബുദുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല കൗന ഇബാദത്തെടുക്കും തയ്യാറല്ല. അതേപോലെ ഇന്നമാ യത്ബഉ ഹവാഹു വ ശഹവാതിഹി മാ ഗഫല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുടെ ഇഷ്ടപ്പെടില്ല, അവൻ തെരിയകു തയ്യാറല്ല, ഇബാദത്തെടുക്കു തയ്യാറല്ല. പിന്നെ ബദലക് അവന്റെ മനസ്സിൽ എന്ത് ഉദിക്കട, എന്തവണ് പേരിച്ചുകൊണ്ടുള്ളണ അതരെ പിറകിൽ അവണ് പോണ്ട ചെന്നിട്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ട്. അങ്ങനത്തെ മുശ്രിക്കടങ്ങ അങ്ങനെ എന്ത് ചെന്നെങ്കും അങ്ങ് കേൾക്കില്ല, അങ്ങ് അർത്ഥാക്കുക തയ്യാറല്ല. അബൂജഹലുടെ സ്വഭാവം വിശദീകരിക്കില്ല ചെന്ന്. മൂന്നാമത്തത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ട് അൽ ഖൽബുൽ മരീദ്, സീക്ക് പിടിച്ച ഖൽബ്, രോഗ പിടിച്ചിട്ടിന്ന ഖൽബ്. അത് ഏത് കണ്ട് കേട്ടെങ്കിൽ വഹുവ ഖൽബുൽ ലഹു ഹയാത്തും വബിഹി ഇല്ല. ആ ഖൽബുക്ക് ജീവമുണ്ട്, അത് ചത്തിട്ടില്ല. ജീവമുണ്ട്, ബദലക് അതൊക്കെ ഇല്ലത്തുണ്ട്, അതൊക്കെ രോഗമുണ്ട്, ന്യൂനതയുണ്ട്. എങ്ങനെയുണ്ട് കേട്ടെങ്കിൽ ഫഫീഹി മുഹബ്ബത്തുൽ ലില്ലാഹി അസ്സ വജൽ. ആ ഖൽബുടെ ഉൾഗത്തിൽ അല്ലാഹുടെ പേടിയുണ്ടോ, പടച്ചവന്റെ മേലിന്റെ പിരിസപ്പാടുണ്ടോ. ഈമാനും ബിഹി, അല്ലാഹുടെയും അതേപോലെ അമ്പിയാക്കന്മാര് അതേപോലെ ധർമ്മഗ്രന്ഥത്തെ മേളിൽ ഇങ്ങനെ ഇസ്ലാമുടെ ഈമാനുടെ 6 കാര്യത്തെ മേളിലും അവർക്ക് നമ്പിക്കവുണ്ടോ. അതേപോലെ അതൊക്കെ വിരുദ്ധമായിട്ടും വേണ്ടാത്തതും അവന്റെ ഖൽബിലുണ്ടോ. ഈ 3 ഖൽബിലും ഒന്നോ ഖൽബു സഹീഹു സലീം, നല്ല ഖൽബ്, പൊളിയാത്ത ബടക്കാവാത്തത്. രണ്ടാമത്തേത് ഏതുണ്ട് കേട്ടെങ്കിൽ ഖൽബുൽ മയ്യിത്ത്, മരിച്ചത്. മൂന്നാമത്തെ ഖൽബ് ഏതുണ്ട് കേട്ടെങ്കിൽ ഖൽബുൽ മരീദ്, രോഗയിന്ന ഖൽബ്. ഇതിൽ 3 ഞങ്ങൾ ഏതുള്ള ചെന്നിരുന്ന ആലോചനാക്കിയുള്ളൂ. ഞങ്ങൾ അർത്ഥാക്കിയുള്ള ഈ വിഷയത്തെ യക്ഷനംസ ഞങ്ങളുടെ റായത്തിൽ കിടാടന്മാർ. മൂന്നാമത്തെ ഖൽബിന്റെ ആളന്മാർ. എങ്ങനെ അത്? അല്ലാഹുടെ പള്ളിക്ക് ബാങ്ക് കേട്ടപ്പോ പടച്ചവന്റെ പള്ളിയിൽ നിന്നിട്ട് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാഹ്, പടച്ച തമ്പുരാന്റെ പള്ളിയിൽ നിന്നിട്ട് ബാങ്കയുടെ ശബ്ദം കേട്ട ഭർത്തകോട് പള്ളിക്ക് പോണ്ട. നിസ്കാര കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ ഓതുക തയ്യാറുള്ള. പരിശുദ്ധമാകപ്പെട്ട റമളാൻ തിങ്കളോട് നോമ്പ് പിടിക്കടാ.
അതേപോലെ സകാത്ത് കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒന്ന് കൊടുത്തു വിടുക തയ്യാറുള്ള അതേ രൂപത്തില് വേറെ എന്തെല്ലാം ഇസ്ലാമിയുടെ കർമ്മമുണ്ട് എല്ലാം ആക്കുകയും തയ്യാറുള്ള അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നപ്പോ രണ്ടാമത്തെ മുഖം ഉണ്ടത് പ്രത്യക്ഷപ്പെടോ ഒരു ഭാഗത്തിൽ നിസ്കരിക്കട ഇന്നൊരു ഭാഗത്തിൽ അതേപോലെ കളവ് ചെല്ലട ഒരു ഭാഗത്തിൽ ഖുർആൻ ഓതുക പിന്നൊരു ഭാഗത്തിൽ ഗീബത്ത് ചെല്ലട ഒരു ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട അവനക്ക് ദിക്ർ ചെല്ലട അതേപോലെ സ്വലാത്ത് ചെല്ലട ഇന്നൊരു ഭാഗത്തിൽ ബായിക്ക് ബന്നത് മനസ്സിക്ക് എന്തെല്ലാം ബണ്ണതെല്ലാം പിലിച്ചു ചൊല്ലുക തുടങ്ങട ഒരു ഭാഗത്ത് ഉസ്താദന്മാർക്കും തങ്ങന്മാരും സ്വാലിഹ്യങ്ങൾക്കും നല്ല ഗൗരവം കൊടുക്കുക ഇന്നൊരു ഭാഗത്ത് ഔത്ത് പോയിട്ട് ഔത്തില് ഉമ്മടെ ബാപ്പടയും ആശില ചൂടി പോലെ മൂലൽ വീക്കറ ഈ രൂപത്തിൽ ജണ്ട് മുഖ ജണ്ട് ടൈപ്പിൽ ഇന്നത് അവന്റെ കൽബ് ചെല്ലത് രോഗ ഇന്ന കൽബ് ഇതര സ്വഭാവം എങ്ങനെയുണ്ട് കേട്ടെങ്കിൽ രോഗ ഇന്ന കൽബ് ചിലപ്പോ കൽബുൽ മയ്യിത്താവുടെ സാധ്യത ഉണ്ട് രോഗ ഇന്ന കൽബ് ചിലപ്പോ കൽബുൻ സഹീഹുൻ സമയിന്ന കൽബാവുക സാധ്യത ഉണ്ട് സ്വാഭാവിക അങ്ങനല്ല ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അല്ലെങ്കിൽ പേരെന്തെങ്കിലും രോഗം ബന്ധിട്ട് പേര് ചെല്ലറോ ട്രീറ്റ്മെന്റ് ആക്കിയിട്ട് ചിലപ്പോ അവന്റെ സീക്ക് സുമറാവിടെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതേ സീക്കിലും മരിക്കട സാധ്യതയുമുണ്ട് ഇതേ ടൈപ്പിൽ ഒരു മനുഷ്യരുടെ സ്വഭാവം ഇങ്ങനെ ആയിട്ടുണ്ട് കണ്ടെങ്കിൽ നല്ലതും ബെടക്കും പരസ്പരം മിക്സ് ആക്കിയിട്ട് നടക്കടാണ്ട് കണ്ടെങ്കിൽ ചിലപ്പോ അവനും നല്ല അവർക്ക് പ്രയത്നാക്കി നല്ല അവിടെ സാധ്യതയുണ്ട് ട്രീറ്റ്മെന്റ് ആക്കിയെങ്കിൽ ആത്മീയ ചികിത്സ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അവിടെ സാധ്യത ഉണ്ട് അതല്ല ആത്മചികിത്സ ആക്കാണ്ടവിടെ പിന്നെയും ബെടക്കത്തരത്തെ പിറകില് പോയിട്ട് നടന്നാണ്ട് കണ്ടെങ്കിൽ അവന്റെ കൽബ് ചിലപ്പോ ചാവിടെ സാധ്യത ഉണ്ട് ഇമാനില്ലാണ്ട് മരിക്കട സാധ്യതയുമുണ്ട് ഇതായിട്ട് കിടവര അടുത്ത എന്റെ പിരിസത്തെ പാലക്കാരാ പിരിസത്തെ പാലക്കാർ പെണ്ണുമക്കള് ഒന്ന് രണ്ട് വിഷയം മാത്രം നിങ്ങൾ ഒട്ടുകയെ കേട്ട ഈ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാ ഒന്ന് നിങ്ങൾ ആലോചനാക്കിയുള്ളത് ഇന്ന് ഉള്ളത് നിങ്ങളെ പാലക്കാർ പെണ്ണുമക്ക അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആൻ ഓതുറാറ് അതേപോലെ നല്ല രൂപത്തിൽ ഫർദ ഇടില്ലേ ഫർദവും ഇടുറാറ് അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കടാറ് സന്ദർഭം വന്നപ്പോ ഫർദ ഇല്ലാണ്ട് ഹറാമായ രൂപത്തിൽ നടക്കുകയും തയ്യാറുള്ളത് അതേപോലെ പരിശുദ്ധ ഖുർആൻ ഓതുற കണ്ണല് പരിശുദ്ധ ഖുർആൻ പിടികട കയ്യില് ഹറാമായ രൂപത്തിൽ വാട്സപ്പില് അന്യാണിങ്ങൾ ഒട്ടിക്ക് പിന്നൊരു ഭാഗത്തില് ചാട്ടാക്കിടറ് ജാവുക്ക് 2 ഗണ്ട 1 ഗണ്ടത്തോളം ഓൺലൈനിൽ കിടറ് ഒരു മുഖ നല്ലത് ഇന്നൊരു മുഖ ബെടക്കിടത് പരസ്പരം നല്ലതും ബെടക്കും പരസ്പരം മിക്സ് ആക്കിയിട്ട് കൊമ്പോണ്ട് ഒരു സ്വഭാവ ശൈലി ഹൃദയത്തിക്ക് സീക്ക് പിടിച്ചതൊരു അടയാളാറ് പാലക്കാര കൂട്ടത്തില് ധാരാളം ഇല്ല ആ ടൈപ്പിൽ ഇന്നത് പിരിസത്തെ മുസ്ലിമിങ്ങളെ ചെന്നോണ്ടുള്ളത് കൽബ് സീക്ക് ബന്നെങ്കിൽ ട്രീറ്റ്മെന്റ് ആക്കുക നിങ്ങളെല്ലാരെയും കരുത്തവ്യ ഇല്ലെങ്കിൽ ചിലപ്പോ കൽബ് ചാവിടെ സാധ്യത ഉണ്ട് കൽബ് ചട്ടങ്ക ഇല്ല മന്നതല്ലാഹ ബിഖൽബിൻ സലീം സലീമായ കൽബില് നേരെയായ സംശുദ്ധമായ പൊളിയാത്ത ബടക്കാവാത്ത കൽബില് അല്ലാഹുടെ മുട്ട പോകുക സാധ്യതയില്ല നല്ല കൽബല്ലാണ്ട് റബ്ബുടെ മുട്ട എത്തുകയുമില്ല അങ്ങനത്തെ കൽബല്ല ബടക്ക് കൽബ് സീക്ക് പിടിച്ച കൽബ് ചട്ട കൽബ് പോണ്ടത് നരകത്തുകമായിട്ടിക്കട് ദീർഘശല്ല ചെന്നോണ്ടുള്ളത് പുരുഷത്തെ മുസ്ലിമിങ്ങള് ഞങ്ങൾക്കൊരു ഇസ്ലാം ചൊല്ലൊരു തത്വ സംഹിത കൊണ്ട് ഞങ്ങൾക്ക് മുസ്ലിം അഭിമാനപ്പെട്ടുകൊണ്ടുള്ള നിങ്ങൾ നോക്കിയുള്ളോ മരണ ചെല്ലുടെ വിഷയത്തിൽ പൂർണ്ണമായിട്ടും നമ്പിക്ക വയ്ക്കരുന്ന ഈ ദുനിയാവിൽ ഏതെല്ലാം പങ്കടമുണ്ട് ഫസ്റ്റ് ദിനാണ് നടപ്പാക്കിയത് പോലെ വിവിധ രൂപത്തിലുള്ള വിഭാഗവും പങ്കടവും ഉണ്ട് ദുനിയാവിൽ എല്ലാ മനുഷ്യന്മാരെ ഇടല് എത്രത്തോളം അല്ല ഉണ്ടുകൊണ്ട് ചെന്ന അല്ല ഇല്ലാണ്ട് ചിലടങ്ങവും ഉള്ളത് ദീന ചെല്ലുടെ വിഷയം ഒരു ധർമ്മം കൂടെ ഇല്ലാ ചില നിരീശ്വരവാദിമാരെ സമയത്ത് ഇവിടെ ഉള്ളത് എന്ത് ചെന്നെങ്ങും വിരോധാഭിപ്രായ ചെല്ലടങ്ങ ഈ പ്രപഞ്ചത്തിലുള്ളത് ഒരു വിഷയത്തിൽ സകലാളന്മാരും സർവാണു മതത്തിലുള്ളത് ആർക്ക് മുതൽ ഭിന്നാഭിപ്രായമില്ല ഭേദഭാവമില്ല ഏത് കിടൻ മരണ ചെല്ലുടെ ഒരു യാഥാർത്ഥ്യത്തെ വിഷയത്തില് ഏതൊരു നിരീശ്വരവാദിയും ഏതൊരു ധർമ്മയില്ലാത്തവനും ഇന്നവനും ഏത് ജാതി ധർമ്മത്തവനും ഏത് പങ്കടത്തവനും ഏത് വള പങ്കടത്തവനും എല്ലാരും നമ്പിക്ക വിക്കണ ഒരു വസ്തുണ്ട് ഏത് കിടന്ന് മരണ ചെല്ലത് അത് ഉണ്ടായിട്ടേ തീരോ മരണത്തെ തടയുന്ന ഒരു ശക്തിയാവും
വ്യക്തിയാവട്ടെ, ഒരു വ്യക്തിയാവട്ടെ, ഒരു യുക്തിയാവട്ടെ, ഒരു മരുന്നാവട്ടെ, ഒരു തന്ത്രാവട്ടെ, ഈ പ്രപഞ്ചത്തിൽ ഇല്ലാത്തത് എല്ലാവർക്കും ഗുണത്തുള്ളത്. അത് കണ്ണാറ് ഞങ്ങൾ കണ്ടോണ്ട് അനുഭവിച്ചുകൊണ്ട് ഇക്കടെ സന്ദർഭത്തിലും അത് മറന്നു പോകേണ്ട ഒരു അവസ്ഥയല്ലേ ഞങ്ങൾക്കുള്ളത്. നിങ്ങൾ നോക്കിയാളോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു പടകചലട് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ വൽ അസ്ർ കാലമേ സാക്ഷി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ മനുഷ്യ നഷ്ടത്തിൽ. എങ്ങനെ വൽ അസ്ർ കാലമേ സാക്ഷി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ മനുഷ്യ നഷ്ടത്തിൽ. എന്തിനാ മനുഷ്യക്ക് നഷ്ടാവിടെ? മനുഷ്യക്ക് നഷ്ടാവിടെ ഏതുണ്ട് ചെല്ലറോ അല്ലേ? നഷ്ടം ചെന്നെങ്കിൽ എന്തേ കിതാബുകളെല്ലാം കണ്ട് പിന്നെ അസലി കൊറോടി അവിടേക്ക് പേര് നഷ്ട. ഉദാഹരണത്തിന് ഈ ജനതാ കോളനി ചെല്ലുടെ ഈ സുന്ദരമായ ഈ പ്രദേശത്തിൽ നിന്നിട്ട് ഒരാൾ 1000 രൂപ കീസലിട്ടുണ്ട് പോണ്ട് മൈക്കാത്ത് മാർക്കറ്റ്, സൂറത്കൽ മാർക്കറ്റ് സുബൈക്ക് പോയിട്ട് 1000 രൂപയുടെ മാല് കൊമ്പണ്ട്. അയാൾ അങ്ങാടിയുള്ള റോഡ് സൈഡിലെ മാർക്കറ്റിലെ എവിടെയും കൊമ്പിട്ട് ബിക്കറ് മോന്തിയാകുമ്പത്തേക്ക് വന്നിട്ട് എണ്ണി നോക്കിയിട്ട് കീസൽ എത്ര കാശുണ്ടോ നോക്കുമ്പോഴത്തേക്ക് 2000 രൂപ കീസലുണ്ട്. ആ സാധാരണ എല്ലാ മൊത്തം ചെല്ലത് ബിസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കീസൽ 2000 രൂപ ഉണ്ട്. എത്ര ലാഭ ചെല്ലൂർല 1000 ലാഭ അല്ലേ? 2000 രൂപയുടെ മാൾ 1000 രൂപയുടെ മാൾ എടുത്തേ 1000 രൂപ ലാഭം കിട്ടിയത് 2000 രൂപ അസല് 1000 രൂപ. പിറ്റാണ്ട് 1000 രൂപ കൊമ്പോണ്ട മാൾ എടുക്കട ബിക്കറ കീസൽ നോക്കുന്ന സന്ദർഭത്തിൽ 1800 രൂപ ഉണ്ട്. എന്റെ ലാഭമാ നഷ്ടമാ? ചൊല്ലൂർല പാലക്കാറ് ലാഭമാ നഷ്ടമാ? 800 രൂപ ലാഭ. ഇന്നലത്തെ എത്ര 1000 രൂപ ലാഭമായിട്ടില്ല, 800 രൂപ ലാഭ. 200 ഇന്നലത്തെ കണക്ക് കൊറോടി ഉണ്ട് മാത്രം നഷ്ടമായിട്ടില്ല. പിറ്റാണ്ട് 1000 കൊമ്പോണ്ട മാലെടുക്കട ബിക്കട 1,500 രൂപ കീസലുണ്ട് 500 രൂപ ലാഭ. പിറ്റാണ്ട് മാലെടുക്കട കൊമ്പണ്ട ബിക്കട എണ്ണി നോക്കട മോന്തിക്ക് നോക്കുമ്പോ 1200 രൂപ ഉണ്ട്. അപ്പം 200 രൂപ ലാഭ അല്ലേ? കുറെ ആൾക്ക് ലാഭ കൊറോടിയായി പുറത്ത് ടെൻഷൻ അവിടെയാണ്. ഈ ബീഡി, സിഗരറ്റ്, പാൻപറാഗ്, ഗുട്ക, കള്ളുകുടി ഇതെല്ലാം തുടങ്ങിയപ്പോ ലാഭ കുറടിയായപ്പോ നഷ്ടത്തെ വിഷയത്തെ ചിന്തനാക്കില്ല. നഷ്ടതല്ല നഷ്ടേത്. പിന്നെ 1000 രൂപ കൊമ്പണ്ട മാലെടുക്കട ബിക്കട മോന്തിക്ക് വന്ന് എണ്ണി നോക്കട കീസിൽ 800 രൂപ ഉണ്ട്. 1000 രൂപയുടെ മാലെടുത്തറ അവനക്ക് കിട്ടി 800 രൂപ. 200 രൂപ നഷ്ട അല്ലേ? ഇട്ട് ഇൻവെസ്റ്റ് ആക്കിയ കാസ് കുറോടി അവിടേക്ക് പേര് നഷ്ടാണ്. അപ്പൊ നമുക്കെന്തര നഷ്ട? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ മനുഷ്യ നഷ്ടത്തിൽ. എന്തിനാ നമുക്ക് നഷ്ട? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പാട്ടി കൊണ്ടുള്ളത് വൽ അസ്ർ കാലമേ സാക്ഷി. എന്ത് അല്ലാഹു കാലത്തെ സാക്ഷിയെടുക്കു കാരണം നിങ്ങൾ നോക്കിയോളൂ. നിങ്ങൾ സ്വാഭാവികമായിട്ട് കൊറിയ വിഷയത്തിലുള്ള നിങ്ങൾ സത്യയിട്ട അല്ലെ? നിങ്ങൾക്ക് എങ്ങനെ കളവ് സത്യയിട്ട കളവ് ചൊല്ലുമ്പോൾ സത്യയിട്ട എങ്ങനെ അല്ലാഹു കുളപ്പാണ്. നേരുകല്ല കളവ് ചൊല്ലിക്ക് സത്യയിട്ട അല്ലാഹു കുളപ്പാണ്. നേര് ചെല്ലിക്ക് സത്യയിട്ട എങ്ങനെ നിന്റെ അബ്ബടെ കാലത്താണോക്കും നിന്റെ ഉമ്മടെ കാലത്താണോക്കും മക്കത്തെ പള്ളിയാണോക്കും നേര് ചൊല്ലുമ്പോ സത്യയിട്ട. അപ്പോ ഇതെല്ലാം തീരാത് സമാനല്ലേ? ഏതുമാവട്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ വസ്ത്ര സത്യയിട്ട. ഏത് ഉദാഹരണത്തിന് വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദക റബ്ബുക വമാ ഖലാ വശംസി വലുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ والليل إذا يغشاها والسماء وما بناها والأرض وما طحاها والتين والزيتون وطور سينين وهذا البلد الأمين والفجر وليال عشر والشفع والوتر والليل إذا يسر. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെയും അതേപോലെ പോൽമണത്തെയും അല്ലാഹു തആല സൂര്യത്തെയും ചന്ദ്രത്തെയും നിർത്തിട മറത്തെയും അതേപോലെ സൈത്ത് മറത്തെയും അതേപോലെ പ്രഭാത സമയത്തെയും പ്രദോഷ സമയത്തെയും അല്ലാഹു വേറെ വേറെ നമുക്ക് സത്യയിട.
വൽ ഫജ്രി പ്രഭാത സമയമേ സാക്ഷി. അല്ലാഹു പ്രഭാത സമയത്തെ സത്യദ്രാവലയാലിൻ അശ്റ ദുൽഹജ്ജ് ഒന്നിന് പിടിച്ചിട്ട് 10 നാളും സാക്ഷി. അതൊക്കെ എല്ലാത്തിനും കാരണമുണ്ട്, വെറുതെയല്ല. വശഫഇ വൽ വത്രി വറ്റയും ഇരട്ടയും സാക്ഷി അല്ലേ? ഡബിളും സിംഗിളും ഇതെന്ത് ഈ ഡബിൾ സിംഗിൾ അല്ലാഹു സാക്ഷിയിട്ടുണ്ട്. കുറെ ആൾ കേൾക്കുവാർ അതിലെന്തരുള്ളേ ഒറ്റ ഇരട്ട അതെന്തൊക്കെ സാക്ഷിയിട്ട് ചെന്നിട്ട്. അത് പണ്ട് സംഖ്യാശാസ്ത്ര പ്രകാരം സംഖ്യാഫല പ്രകാരം എന്തരാക്കിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്നത് ഏതൊരു വിഷയത്തിലും സംഖ്യ നോക്കിയിട്ട് കണക്ക് നോക്കിയിട്ട് ജീവന പദ്ധതി തുടങ്ങിടങ്ങ. ഏതൊരു ബാണി തുടങ്ങുമ്പോഴത്തേക്കും കണക്ക് നോക്കിയിട്ട് ശാസ്ത്രം നോക്കിയിട്ട്, അതേപോലെ ഏതെങ്കിലും ഒരു പൊതുവളക്കം അറിയുമ്പോഴത്തേക്കും അകവുക്കൾക്കും സംഖ്യാശാസ്ത്രം നോക്കിയിട്ട് ആക്കിക്കൊണ്ടിരുന്ന അങ്ങനത്തെ ഒരു കാളയത് പണ്ട്. അത് ഇന്നും കുറേയുണ്ട് ഞങ്ങളുടെ റായത്തിലുണ്ട്. ജന്മഘട്ട കുറെ പാലക്കാരുള്ളത് എന്തേ കാർക്ക് ധർമ്മത്തുക്ക് കിട്ടുക. കാറ് എന്റെ രജിസ്ട്രേഷൻ നമ്പർ ബൈക്ക് രജിസ്ട്രേഷൻ ധർമ്മത്ത് കിട്ടുക RTO ഓഫീസിൽ. അതൊക്കെ വേണ്ടിട്ട് ഓണക്കു ലാസ്റ്റ് നമ്പർ 3 കിട്ടുക വേനായിട്ട്, 8 കിട്ടുക വേനായിട്ട്, അല്ലെങ്കിൽ 15 കിട്ടുക വേനായിട്ട്, അല്ലെങ്കിൽ 444 കിട്ടുക വേനായിട്ട് 8000 10,000 15,000 രൂപ ചെലവാക്കടാ. ലക്കി നമ്പറിലുണ്ട് അല്ലേ? കുറേ ആൾമാരുള്ളവർ അങ്ങനെ ബൈക്കിലെടുത്ത് കണക്കാക്കടങ്ങളുള്ള 3 3 6 6 3 ഒലിമ്പോ 3 12 1 2 3 ആ നല്ല നമ്പർ 4 12 കണ്ടെങ്കിൽ അത് നല്ല നമ്പറല്ല. ഇങ്ങനെയുള്ള കണക്കാക്കടങ്ങളുള്ള ഇക്കട്ട് ആ വിഷയം ചെമ്മസുള്ള പോയിട്ടില്ല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നൊരു സത്യയുടെ വൽ അസ്ർ കാലമേ സാക്ഷി. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ മനുഷ്യ നഷ്ടത്തില്. അല്ലാഹു തആല ചെന്നോണ്ടുള്ള മനുഷ്യ നഷ്ടത്തില് എന്തില്ല നമുക്ക് നഷ്ടാവിടത്. നഷ്ട ചെന്നെങ്കിൽ അസ്ലി ഇല്ലാണ്ടാവിടേക്ക് കൊറോടിയാവിടേക്ക് പേരില്ല നഷ്ട ചെന്നിട്ട്. നന്റെയും നിന്റെയും അസ്ലി എന്തിന് ചെല്ലറോ, നന്റെയും നിന്റെയും ഒറിജിനാലിറ്റി അത് ചെല്ലറോ. നന്റെയും നിന്റെയും കയ്യിൽ തന്നെ മൊബൈലാ അല്ലല്ല അത് പിന്നെ കിട്ടിയത്. ഇട്ട ഡ്രസ് അത് ബന്നൽ പിന്നെ കിട്ടിയത്. കീസലിന്റെ കാസ് അത് പിന്നെ ഉണ്ടായത്. ഞങ്ങളെ ചന്തത്തെ സുന്ദരമായ അവവും അത് ഞങ്ങൾക്ക് പിന്നെ കിട്ടിയത് ഉണ്ടായത്. ഞങ്ങളെ വാഹന പിന്നെ ഉണ്ടായത്. പെഞ്ഞീമക്ക പിന്നെ ഉണ്ടായത്. മാപ്പിള പിന്നെ ഉണ്ടായത്. എല്ലാം പിന്നെ ഉണ്ടായത്. ബന്നൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായത്. പ്രതിയൊന്നും നിന്റെ അധികാരവും നിന്റെ ആസ്തിയും അന്തസ്സും നിന്റെ സമ്പാദനയും നിന്റെ സമ്പത്ത് ഒന്നൊന്ന് എല്ലാം നീ ഭൂമിക്ക് ബന്നൽ പിന്നെ കിട്ടിയത്. വരുമ്പൊത്തുകു നീ യന്ത്രം എടുത്തോണ്ട് വന്നത് അത് മാത്രം നിന്റെ ഒറിജിനൽ നിന്റെ അസലി. അത് നിന്റെ ഉമ്മയുടെ ഗർഭകോശത്തിൽ നിന്നിട്ട് കൊല്ലുമ്പോ തിങ്കളായപ്പോ നീ പുറത്ത് പറയുമ്പോ യന്ത്രം എടുത്തുകൊണ്ട് വന്നത് അത് മാത്രം അസലി. അത് കുറുടിയ അവിടേക്ക് പേര് നഷ്ട ചെന്നിട്ട് നാണും നീനും ഈ ഭൂമിക പണ്ട സന്ദർഭത്തിൽ എടുത്തുകൊണ്ട് വന്ന ബസ് ഏത് ചെല്ലറോ. നാണും നീനും ഈ ഭൂമിക പണ്ട സന്ദർഭത്തിൽ എടുത്തും വന്നൊരു ബസ്തുണ്ട്. അത് ഏതുകൊണ്ട് കേട്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നക്കും നിക്കും നിശ്ചയിച്ച ആയുസ്സായിട്ടികർ. നന്റെയും നിന്റെയും ആയുസ് അല്ലാഹു തആല കണക്കാക്കിട്ട് ഈ പ്രപഞ്ചത്തിക്ക് കടത്തിടാ. ആ നഷ്ടത്തെ പരിഹാരാക്കുകൂ. അത് ദൈനംദിന ഇല്ലാണ്ടായോണ്ടുണ്ടോ, അത് കൊറോടി ആയോണ്ടുണ്ടോ ആയുസ് ഞങ്ങളത്. ഓരോ സെക്കൻഡ് കളിയുമ്പോത്തുകോ, നിമിഷ കളിയുമ്പോത്തുകോ, ഗണ്ട കളിയുമ്പോത്തുകോ, നാള് കളിയുമ്പോത്തുകോ, വാര കളിയുമ്പോത്തുകോ, തിങ്കളും വർഷം ഇങ്ങനെ പോണ്ട സന്ദർഭത്തിൽ ആയുസ് കൊറോടി ആയോണ്ട് പണ്ട് മരണത്തിക്ക് മുട്ട പോയോണ്ടുള്ള നങ്ങ അർത്ഥാക്കുറു മുസ്ലിമ്. അങ്ങനെ ദൈനംദിനം മരിക്കുക ഞങ്ങൾ മുട്ടായോണ്ടിക്കട സന്ദർഭാണ് ആയുസും നഷ്ടായോണ്ടുണ്ട്. ദുനിയാവിൽ തിരിച്ചെടുക്കുക തീരാത്തൊരു നഷ്ടമുണ്ട് ഞങ്ങളെ ആയുസ് മാത്ര. നിന്റെ വാഹനം നഷ്ടായിട്ട് പോയിട്ടുണ്ട് കണ്ടെങ്കിൽ വേറൊരു വാഹനത്തിന് പ്രയത്നക്ക. ഒരു പെണ്ണുങ്ങളെ മാപ്പിള നഷ്ടായിട്ട് മരിച്ചു പോയാണ്ട് കണ്ടെങ്കിൽ ഇന്നൊരു മാപ്പിളക്ക് ട്രൈ ആക്ക. പെഞ്ഞി മരിച്ചല്ലാണ്ട് കണ്ടെങ്കിൽ വേറൊരു മങ്ങിലായിട്ട് പെഞ്ഞി ഉണ്ടാക്ക, മക്കളെയും ഉണ്ടാക്ക. അവ നഷ്ടപ്പെട്ടു പോയിട്ട് വേറെ അവ കെട്ടിട്ട് 6ാമത്തിൽ ജീവൻ നടത്താ. ബാണി നഷ്ടായിട്ട് പുതിയൊരു ബാണ്യത്തിന് വ്യവസ്ഥ ആക്ക. അധികാരം നഷ്ടപ്പെട്ടു പോയിട്ട് പുന്നൊരു അധികാരത്തിന് വ്യവസ്ഥ ആക്ക. അതിക്ക് പ്രയത്നാക്ക. മനുഷ്യ നഷ്ടത്തെ പരിഹാരാക്കുക തീരാത്ത ഒരു നഷ്ടം ഏത് വേണ്ടി കേട്ടെങ്കിൽ അല്ലാഹു നക്കും നിക്കും തന്നെ ആയുസ് മാത്ര. ഏതൊരു വസ്തും കേട്ടെങ്കിൽ അല്ലാഹു നമുക്ക് തറകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെട്ട ആയുസ് ഈ ദുനിയാവിൽ ഒരു മനുഷ്യക്കും അല്ലാഹു കൊടുത്തിട്ടില്ല, കൊടുക്കുറുമില്ല.
നഷ്ടപ്പെട്ട ആയുസ് അല്ലാഹു ഒരു ശക്തിക്കും കൊടുക്കില്ല. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ദുആറക്കില്ലേ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ദീർഘ ആയുസ് താ തമ്പുരാനെ, വേഗം മരിപ്പാട്ടുണ്ടാണ് ഞങ്ങൾ ചെല്ലില്ലേ. അല്ലാഹു യാറ ആയുസ് ആക്കുമ്പോ 60 വർഷം ഒരു മനുഷ്യക്ക് പടച്ച തമ്പുരാനെ കണക്കാക്കിരെങ്കിൽ അവന്റെ സൽക്കർമ്മത്തെ പറയായിട്ട് 70 വർഷം അല്ലാഹു ആക്കുമ്പയങ്ക കഴിഞ്ഞു പോയത് നഷ്ടായത് അല്ലാഹു തന്റെ ഇല്ല. ഒരാൾക്ക് 70 വർഷം വയസ്സായിട്ട് അവന് ഇന്നവിടകളിൽ നേർച്ച വീച്ച, ഉംറത്തുക്കും ഹജ്ജുക്കും നേർച്ച വീച്ച, അറഫത്തിൽ വെച്ച ദ്വാരന്ന പടച്ചറബ് നിന്റെ വയസ്സ് ഇപ്പൊ 60 അല്ലെങ്കിൽ 70 തമ്പുരാനെ, കഴിഞ്ഞ 70 ജീവനത്തില് നല്ല നല്ല സ്വറാഖുനൊക്കെ ആയിട്ടില്ല റബ്ബ്. അതുകൊണ്ട് കഴിഞ്ഞ 70 വർഷം അതേ നിനക്ക് റിട്ടേൺ തരണോ, സുറൂടെ നണ്ടെന്ന് ബിൽഡാക്കണോ ചെന്ന് ദ്വാരന്ന പടച്ചതമ്പുരാന് നിന്റെ ദുആത്ത് ഉത്തരത്തടവ് തയ്യാറേ അല്ല. എത്ര ബലിയോണം, എത്ര നല്ലോണം, എങ്ങട്ടോണം ദ്വാരനങ്ങും നഷ്ടപ്പെട്ട സമയത്ത്, നഷ്ടപ്പെട്ട സന്ദർഭത്തെ ദുനിയാവുള്ള പടച്ചതമ്പുരാന് ആർക്കും കൊടുക്കില്ല. ഇണ്ട താരേക്ക് നവംബർ 6 2010 ഇസവി ഉണ്ട്. ഈ ദുനിയാവുടെ 2010 നവംബർ 6 താരീഖ് ചെല്ലുന്നു ഇന്നരെങ്ക് അത് നാണും നിങ്ങും ഇപ്പോഴുള്ള ആളുമാറും മാത്ര കാണ്ട ഹൊറത്തോ ഇണ്ട് 12 ഗണ്ട ജാവിൽ പിന്നെ പെറ്റ ഒരു കിടാവും ഈ ദുനിയാവിൽ എന്നത് കാണുകില്ല. ഖിയാമനാളത്തോളം പണ്ട് ഏതൊരു മനുഷ്യരും നവംബർ 6 2019 ഇസവി കാണുകയില്ല. 6 ദ്വാരം നിങ്ങൾ എന്ത് പ്രയത്നാക്കും ഈ ഡേറ്റ് പോയത് പോയമേ, ഈ നാള് പോയത് പോയമേ. അതുകൊണ്ട് ചെന്നോട്ടുള്ളത് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കുക തീരാത്തൊരു ബസ്തി ദുനിയാവിടെ പടച്ചതമ്പുരാന് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതുണ്ട് കേട്ടെങ്കിൽ ഞങ്ങളെ കഴിഞ്ഞു പോയ ആയുസ് ചെല്ലത് നിനപ്പിക്കട്ടെ. അപ്പൊ എന്താക്കണം, ഞങ്ങ കഴിഞ്ഞു പോയതില് തൗബാകളെ തപ്പായിട്ട് ഞങ്ങൾ തൗബാക്കിട്ട് ഇന്നത്തെ ഇന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഇപ്പൊ ഹയാത്തുള്ള സന്ദർഭത്തെ സദുപയോഗമാക്കുക, പ്രയത്നാക്ക. ചിലപ്പോ നാളത്തെ ബിസിയ അത് നിങ്ങൾക്കുള്ളതല്ല. നാളെ നിങ്ങൾ യന്ത്രാക്കിടാണ്ട് ചൊല്ലുക ഞങ്ങളെ കൊണ്ട് സാധ്യയില്ലാത്തത്. ചിലപ്പോ നിങ്ങൾ ഉണ്ണാണ്ട് ചോറുണ്ണാണ്ട് അല്ലെങ്കിൽ നാഷ്ടാക്കാണ്ട് കാല് ഭയത്തിൽ ബന്ധം കഴിക്കുവാറ്. വാള് കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് നിങ്ങൾക്ക് നാഷ്ടാക്കാ തിന്നാ കുടിക്കാ ചെന്നിട്ട് മനുഷ്യരെ നിന്റെ വീട്ടില് പാത്രത്തിൽ എടുത്തു വെച്ച് ആഹാരം നിക്കുള്ളത് ചെന്നവനാറ്. നിന്റെ വീട്ടില് ഗോഡ്രേജിൽ എടുത്തു വെച്ച കാസും സമ്പത്തും ബംഗാറും അത് നിന്റെതുണ്ട് ചെന്നവനാറ്. ഇണ്ടത്തെ നെക്സ്റ്റ് വണ്ട ഗണ്ടയും നെക്സ്റ്റ് വണ്ട നാളെയും അല്ലെങ്കിൽ നാളത്തെ സൂര്യോദയം നീ നോക്കുകൊണ്ടുകൊണ്ട് ചെന്നവനാറ്. ഈ ദുനിയാവിൽ ആരെ കൊണ്ടും അത് ചെല്ലുക സാധ്യയില്ലാത്തത്. അപ്പൊ എന്താക്കണോ, ഓരോ സെക്കൻഡും നല്ലത് മാത്രം ചിന്തനാക്കണ സ്വഭാവ ശൈലി. പിന്നെയും ചെല്ലടവന്റെ ബിരുസത്തെ ബാലക്കാറ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചെന്നോണ്ടുള്ളത് വൽ അസ്ർ കാലമേ സാക്ഷി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യ നഷ്ടത്തില് ഇല്ലല്ലദീന ആമനൂ, എല്ലാ മനുഷ്യന്മാരും നഷ്ടത്തിലല്ല. നാളെ സ്വഭാവ ഇന്നങ്ങ അങ്ക് എപ്പോഴും നഷ്ടപ്പെടുകയില്ല. നാളെ സ്വഭാവ ഇന്നങ്ങ അങ്ക് എന്തും എപ്പോഴും ഏത് കാലത്തും നമുക്ക് നഷ്ടാവുകയില്ലേ ഇല്ല. ഏതുകൊണ്ട് കേട്ടെങ്കിൽ ഇല്ലല്ലദീന ആമനൂ, സത്യവിശ്വാസിങ്ങ അങ്ക് നഷ്ടാവുകയില്ല. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമാക്കടങ്കും നഷ്ടയില്ലേ ഇല്ല. വതവാസൗ ബിസ്സബ്ർ, സഹനയുടെ വിഷയത്തെ പരസ്പര ചെല്ലടങ്ങ ചെന്നു കൊടുക്കടങ്ങ, അത് വിഷയത്തിൽ മുഷാവറാവിടങ്ങ വസിയത്താക്കടങ്ങ അങ്കും നഷ്ടാവുകയില്ല. വതവാസൗ ബിൽ ഹഖ്, വതവാസൗ ബിൽ ഹഖ്, വതവാസൗ ബിൽ ഹഖ്, ഹഖ്യുടെ മേലെ പരസ്പര വസിയത്താക്കടങ്ങ, പരസ്പര ഹക്കിയുടെ വിഷയത്തിൽ പല പറയിടങ്ങ അങ്കും നഷ്ടാവുകയില്ല. അർത്ഥമായില്ലേ? ഇന്ന്